അസ്സലാമു അലൈക്കും. അപ്പം ഒരുപാട് കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ പോണത് തമിഴ്നാട്ടിലേക്കാണ്. തൃച്ചി ആണ് എക്സാക്ട്ലി. തമിഴ്നാട്ടിലുള്ള എൻ്റെ 5ാമത്തെ വർക്കാണിത്. അപ്പം ഞാൻ ഫാമിലി ആയിട്ടാണ് എപ്പോഴും പോകാറ്. പോണ വഴി ഞാൻ തിരൂർ മിസ്റ്റേക്കിൽ ഒരു ഐ ഷാഡോ പാലറ്റ് വാങ്ങിയിരുന്നു. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വളാഞ്ചേരി നിർത്തിയപ്പം എനിക്കെന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇത് എങ്ങനെയാണ്, പിഗ്മെൻറ്റഡ് ആണോ നല്ലതാണോ എന്നൊക്കെ. ഈ പാലറ്റിന് അവിടെ ടെസ്റ്റർ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ റൂമിലെത്താനൊന്നും വെയിറ്റ് ചെയ്തില്ല. ചായ കുടിക്കാൻ കയറിയപ്പോൾ തന്നെ അൺബോക്സ് ചെയ്തു. റൂമിലെത്തിയ സന്തോഷമാണ് ആ കാണുന്നത്. നമ്മൾ കോയമ്പത്തൂർ റൂം എടുത്ത് സ്റ്റേ ചെയ്യാനാണ് പ്ലാന്. കാരണം ഇവിടുന്ന് 4 hours ഉള്ളൂ തൃച്ചിക്ക്. അപ്പം ഇവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ പ്ലാൻ ഉണ്ട്. ബട്ട് എന്താവുമെന്നറിയില്ല. മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മളധികം പർച്ചേസൊന്നും ചെയ്തിട്ടില്ല, കാരണം ക്വാളിറ്റി വളരെ കുറവായിരുന്നു. പിന്നെ റൂമിൽ എത്തിയ നേരെ ഉടനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ തൃച്ചിക്ക് ഇറങ്ങി. പിന്നെ അത്യാവശ്യം ലേറ്റായിട്ടാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു പോണ വഴിയൊക്കെ. അവിടെയൊക്കെ അമ്പലങ്ങളിൽ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത് നൈറ്റിൽ. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം നമുക്ക് ആദ്യമേ ചെക്ക് ഇൻ ചെയ്യാൻ വല്ലാണ്ട് ഇഷ്യൂ വന്നില്ല. നേരെ പോയി റൂം നമ്പർ പറഞ്ഞപ്പോൾ നമുക്ക് കീ അവർ തന്നു. പിന്നെ നമ്മൾ നേരെ പോയി ഉറങ്ങി, ഒന്നും നോക്കിയില്ല. നമുക്ക് ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് നിയർ ബൈ തന്നെ ആയിരുന്നു അവരുടെ വീട്. അപ്പം കാറെടുക്കാണ്ട് ജസ്റ്റ് ഓട്ടോയിലാണ് പോയത്. നല്ല പട്ടുസാരിയാണ് ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മൾ തലേന്ന് പ്രീപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് ബ്രൈഡ് വിളിച്ചിട്ട് പറഞ്ഞു തലേന്ന് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം നമ്മൾ അന്ന് മോർണിംഗ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തി. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ ബ്രൈഡിൻ്റെ ഹെയർ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്ക് ഞാൻ പ്രീപ്ലീറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രൈഡ് അഫ്താബ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഐ മേക്കപ്പ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഫ്തുവിന് ഐസ് നന്നായിട്ട് പോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിമ്മേഴ്സ് മസ്റ്റാണ്, വേറെ ബാക്കിയുള്ളത് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്രീസിലും ഔട്ടർ കോർണറിലും ഒരു ഡാർക്ക് പിങ്കിഷ് കൊടുത്തിട്ട് നമ്മളെ ലിഡിൽ ഗോൾഡൻ കളർ ഷിമ്മേഴ്സ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അഫ്തു ഓൾറെഡി പറഞ്ഞിരുന്നു എനിക്ക് ഗോൾഡൻ ഷിമ്മേഴ്സ് വേണമെന്ന്. അപ്പം നമ്മൾ അഫ്തുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫോറെവറിൻ്റെ പാലറ്റാണ്, ഐ ഷാഡോ പാലറ്റാണ്. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഐ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ അഫ്തുവിൻ്റെ സ്കിന്നിനെ പറ്റി കൂടുതൽ ചോദിച്ചറിയായിരുന്നു ഞാൻ. കാരണം നമ്മൾ സ്കിന്നിനനുസരിച്ചിട്ട് വേണം മേക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യില്ല മേക്കപ്പ്. ബ്രൈഡിൻ്റെ സ്കിന്ന് അത്യാവശ്യം ഡ്രൈയും പിന്നെ അത്യാവശ്യം നല്ല സ്വെറ്റിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സ്കിന്ന് പ്രിപ്പയർ ചെയ്യാൻ. ഗാർണിയറിൻ്റെ മൈസലർ വാട്ടർ വെച്ചിട്ട് ഞാൻ ബ്രൈഡിൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഐ ഷാഡോ ചെയ്യുമ്പോൾ ഒരുപാട് ഫോൾ ഔട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശേഷം ഞാനൊരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടാണ് ബ്രൈഡിൻ്റെ സ്കിന്നൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട്, ഫേഷ്യൽ ഹെയർസ്. ശേഷം ഞാൻ മാക്കിൻ്റെ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. മാക്കിൻ്റെ സ്പ്രേ നന്നായിട്ട് നമുക്ക് ഹൈഡ്രേഷൻ തരും സ്കിന്നിൽ. നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ ഇത് നമ്മൾ സമ്മതിക്കണം. സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം കൊടുക്കണം. അത് ആ ടൈമിൽ നമുക്ക് ടൈമിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ, ഞാൻ അങ്ങനെയാണ് ടൈം കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് നമുക്ക് പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പം ഞാൻ ഈ ഒരു ടൈമിലാണ് ലാഷ് ഫിക്സ് ചെയ്യലും അതേപോലെ ഐലാഷ് കേൾ ചെയ്യലൊക്കെ. ചെയ്യുന്നത് എംബ്രോയിലീസിൻ്റെ മോയ്സ്ചറൈസറാണ്. കുറച്ച് തിക്ക് ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. കാരണം ബ്രൈഡിൻ്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിക്ക് ഹെവി ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമാവും ഒന്നും കൂടി നല്ലത്. സോ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു 3 മിനിറ്റ് നമ്മളിത് വെയിറ്റ് ചെയ്യണം സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോയ്സ്ചറൈസറിന് ശേഷം ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല. പ്രൈമറായിട്ട് ഞാൻ ഹുദ ബ്യൂട്ടിയുടെ ജെൽ പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം ഞാൻ നേരെ കളർ കറക്റ്റ് ചെയ്യാണ്. കളർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ടൈം അതങ്ങനെ സ്കിന്നിൽ ലീവ് ഔട്ട് ചെയ്യും. കാരണം അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എനിക്കെന്തോ ഫൗണ്ടേഷൻ്റെ കൂടെ അത് മിക്സായി പോണ പോലെയൊക്കെ ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ അഫ്തു പ്രിഫർ ചെയ്തിട്ടുള്ളത് എയർ ബ്രഷ് മേക്കപ്പാണ്. അപ്പം ഫിനിഷിൽ ആൾക്കെന്താ വെച്ചാൽ ഫേസിൽ ഹെവി ആയിട്ട്
തോന്നരുത് മേക്കപ്പ്, ഒരു ലൈറ്റ് ഫീല് വേണം. അപ്പം എയർ ബ്രഷാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ എയർ ബ്രഷ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഫൗണ്ടേഷൻ ഷെയ്ഡ് നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആണ് ഫേസ് ഒരു ആഷി കളർ അടിക്കും. അപ്പം ഫൗണ്ടേഷൻ ഷെയ്ഡ് ചൂസ് ചെയ്യുമ്പം എപ്പോഴും എയർ ബ്രഷ് ആയിക്കോട്ടെ നോർമൽ മേക്കപ്പ് ആയിക്കോട്ടെ നമ്മൾ ബ്രൈഡ്സിൻ്റെ ഫൗണ്ടേഷൻ ഷെയ്ഡ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അഫ്തു ലിപ്സ്റ്റിക്ക് നമ്മൾ സാരീൻ്റെ ഒക്കെ ഒരു കളറ് വേണം എന്നാണ്, ഒരു റെഡിഷ് മെറൂണ് നല്ല ബോൾഡ് ലിപ്സ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഒരു 4 Hour 52ൻ്റെ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഷെയ്ഡാണ്. മാഷാഅല്ലാ അഫ്തുൻ്റെ ഹെയർ നല്ല ലോങ് ആയിരുന്നു. അപ്പം നമുക്ക് എക്സ്റ്റൻഷൻസിൻ്റെ ഒന്നും ആവശ്യം വന്നില്ലായിരുന്നു. നോർമൽ ബ്രെയ്ഡ്സാണ് ആൾ പ്രിഫർ ചെയ്തത് ട്രഡീഷണലായിട്ട്. ശേഷം അവരെ അവിടെയൊക്കെ ചെയ്യുന്ന ഒരു ജാടൈ പിള്ളൈ, ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊണൗൺസ് ഇറ്റ്, ബട്ട് എൻഡിൽ അത് കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് അവർ തന്നെ വാങ്ങി വെച്ചിരുന്നു, ബ്രൈഡിനെ വാങ്ങി വെച്ചിരുന്നു. ശേഷം നല്ല ആക്സസറീസും ഉണ്ടായിരുന്നു ഹെയറിന്. അപ്പം നമ്മൾ അതൊക്കെ അതേ രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹെയർ പ്രെപ്പിന് വല്ലാണ്ട് പ്രൊഡക്ട്സ് കെമിക്കൽസ് ഹെയറിന് യൂസ് ചെയ്യണ്ടെന്ന് അഫ്തുനൊരു ഇതുണ്ടായിരുന്നു. കാരണം ആൾ അങ്ങനെ നാച്ചുറലി കൊണ്ടെടുക്കുന്ന മുടി ആയതുകൊണ്ടാവും മേ ബി. ഹാർഡ് സ്പ്രേ ആയിക്കോട്ടെ ഒന്നും വല്ലാണ്ട് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമലി ഹെയർ സ്റ്റൈലിങ്ങിന് മുൻപ് നമ്മൾ ഫസ്റ്റ് ഇപ്പം സ്ട്രൈറ്റനിങ്ങോ അല്ലെങ്കിൽ ക്രിമ്പിങ്ങോ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് അടിക്കും. അത് അടിച്ചിരുന്നു. ശേഷം നമ്മൾ ഹെയറിൻ്റെ ടെക്സ്ചർ നമുക്ക് ഏത് രീതി സ്റ്റൈൽ ചെയ്യണം അതിനനുസരിച്ചിട്ട് ഒന്നല്ലെങ്കിൽ ഹെയർ മൂസ് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ സിറം അപ്ലൈ ചെയ്യും, നമുക്ക് വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യും. പക്ഷേ ഇവിടെ അതൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് അടിച്ചു, ജസ്റ്റ് ലൈറ്റ് ക്രിമ്പിങ് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വല്ലാണ്ട് ആ ഒരു ക്രിമ്പിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണരുത് എന്ന്. അപ്പം അത് മാത്രം ചെയ്തുള്ളൂ. പിന്നെ ഹാർഡ് സ്പ്രേ ആയിക്കോട്ടെ വളരെ ലിറ്റിലാണ്. പിന്നെ അതേപോലെ ബാക്ക് കോമ്പിങ് വേണ്ട, കാരണം അതും കുറച്ച് ഹെയർ ഡാമേജ് ആവും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ബാക്ക് കോമ്പിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെയാണ് അഫ്തുൻ്റെ മെയിൻ കൺസേൺസ്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്നുണ്ടാവും ലൈൻ ചെയ്ത പോർഷനൊക്കെ. അപ്പം ഞാൻ അത് ജസ്റ്റ് ഒരു കൺസീലർ വെച്ചിട്ട് നന്നായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെയർ ആദ്യം ഫ്രണ്ടിലോട്ട് വേണം എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു. ബട്ട് 2 സൈഡത്തെ ഹെയറും 2 ലെങ്ത്താണ്. അപ്പം നമ്മളിങ്ങനെ എന്നാൽ സെയിമിൽ കട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞപ്പോൾ ബ്രൈഡ് വേണ്ടാന്ന് പറഞ്ഞു. ഇവിടെ മേക്കപ്പ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യും, മാക്സിമം നല്ല ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഡ്രേപ്പ് ചെയ്തിരുന്ന സാരി, ബട്ട് അതൊന്നും കൂടിയിട്ട് നീറ്റാക്കി കൊടുത്തു. പിന്നെ ബ്രൈഡിൻ്റെ അഭിപ്രായം ചോദിച്ചു, എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ അഡീഷണലായിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോഴേക്കും പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിരുന്നു. അവർക്ക് റെഡി ആവുന്ന കുറച്ച് പിക്സും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാമറ ടീം പറയുന്ന പോലെ നമ്മൾ കുറച്ച് ഷോർട്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കൊടുത്തു. അവർക്ക് കുറച്ച് റെഡി ആവുന്ന വീഡിയോസിന് വേണ്ടിയിട്ടാണ് അത്. കുറച്ച് ക്ലിപ്സിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് അഫ്തുൻ്റെ ഫൈനൽ ലുക്ക്. ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ശരി, അയ്യോ വരായിരുന്നു. മേക്കപ്പ് ഇഷ്ടമായോ? ഇഷ്ടമായി. അല്ല, യു ക്യാൻ സേ ഇൻ യുവർ ലാംഗ്വേജ് ഓൾസോ. ரொம்ப பிடிச்சிருக்கு. Thank you so much. Expect பண்ண மாதிரி எல்லாம். This is what you like, right? The base and everything. അപ്പം ബ്രൈഡിൻ്റെ ഫോട്ടോ സെഷൻ്റെ ടൈമിൽ നമുക്ക് ആ ഒരു ഫുഡ് തന്നിരുന്നു. ഇറ്റ് വാസ് യം. கை ரெண்டாவது கை பார்க்கும்போது கொண்டு வாங்க. ஓகே, கீழே பாருங்க. ரெடி ரெடி ஃபைனல் பண்ணி
கொஞ்சம் பின்னாடி கேமரா ரெடி 3 2 கேமரா பார்த்து അപ്പം ബ്രൈഡ് ഹോളിലേക്ക് ഇറങ്ങാനായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഫേസൊക്കെ കവർ ചെയ്തിട്ടാണ് ഇറങ്ങൽ. അപ്പം പോണ വഴിയിൽ നമ്മളെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാമെന്നാണ് അവർ പറയുന്നത്. വളരെ സ്വീറ്റ് ഫാമിലിയാണ് എന്നെ ഞങ്ങൾ എന്താ പറയുക സ്വന്തം സിസ്റ്റേഴ്സിനെ പോലെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ തമിഴ്നാട്ടിലത്തെ വിശേഷങ്ങൾ. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും സൂൺ, ഐ ഹോപ്പ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.